കേറിട്ട് കറിഞ്ഞോ കുട്ടി കേട്ടുന്നില്ല. സീരിയൽ നടി വീണ നായർ. അപ്പൊ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഗൗരി ശങ്കരം എന്ന് പറഞ്ഞ സീരിയലിനകത്തൊക്കെ അഭിനയിച്ച ഒരാളാണെന്നാണ് കേട്ടത്. ഞാൻ ഈ സീരിയലും പരിപാടിയൊന്നും കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഇവര് സീരിയലിനെ പറ്റിയിട്ട് ഇവരുടെ എന്താണ് അഭിനയം അതൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കല്യാണമാണ് വിഷയം. അപ്പൊ ഇവരുടെ കല്യാണത്തിന്റെ ടൈമിനകത്ത് അറിയാലോ, അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹവും അതേപോലെ പ്രത്യേക ഒരു ഇതൊക്കെ ഉണ്ടാവും ഇവര് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉറപ്പായിട്ട് ഇവര് ക്ഷണിച്ചിട്ടാണോ അല്ലാണ്ടാണോ എന്താണെങ്കിലും ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഉണ്ട് ഇവരുടെ കല്യാണത്തിന്. അപ്പൊ ഓൺലൈൻ മീഡിയക്കാരോടൊക്കെ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് പെരുമാറുന്നത്. കാരണം ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് എൻകറേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഓൺലൈൻ മീഡിയക്കാരെ. ഈ ഓൺലൈൻ മീഡിയക്കാരെ എൻകറേജ് ചെയ്ത് കൊടുത്താലുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവരവിടെ വരുന്നതിന്റെ തന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ വായെന്ന് അറിയാണ്ട് വീണിട്ട് അത് വെച്ചിട്ട് റീച്ച് ആക്കണം. അത് വെച്ച് റീച്ച് ആക്കണം എന്നുള്ള ആകെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓൺലൈൻ മീഡിയക്കാർ അവിടെ വരുന്നത്. അല്ലാണ്ട് അവരുടെ മംഗളമായിട്ട് നടക്കുന്ന അവരുടെ താലികെട്ട് ഷൂട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിക്കാന്നൊക്കെ ഉള്ള നല്ല ഉത്തമമായിട്ടുള്ള ബോധ്യമോടെ അങ്ങനത്തെ ചിന്താഗതിയോടുള്ള വരുന്ന ആൾക്കാരൊന്നും അല്ല ഇവരെന്ന് പറഞ്ഞു. ഇവർക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടാക്കണം, അത് വെച്ചങ്ങ് റീച്ച് ഉണ്ടാക്കണം. അതാണ് ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വന്ന് ഇവർ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ആദ്യം ഫസ്റ്റ് തന്നെ ഇവർ താലി കെട്ടാൻ പോകുന്ന ടൈമിനകത്ത് ഇവരും അതായത് ഈ വീണ നായർ എന്ന് പറഞ്ഞ ഇവരും അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയക്കാരായിട്ട് ഒരു സംസാരമുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. സുഖല്ലേ? എന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഇത് അവിടെ ഉണ്ടാവും, ഫോട്ടോ എടുത്തോട്ടെ. എന്താ പറയുക? സുഖമായിട്ടിരിക്കണം. സുഖം. ചേട്ടൻ എപ്പോഴും വരാ? ചേട്ടൻ എപ്പോഴും വരാ? വന്നല്ലേ? പേരെന്താ? ബാഹുബലിയാ? ചോട്ടാ ബാഹുബലിയാ? അല്ല, വൈഷ്ണവ്. അല്ല, ഇൻസ്റ്റയിലെ പേര് അങ്ങനെ ചുമ്മാ. വേറെ കൂട്ടുകാരികളും വന്നില്ല? ആതിര വന്നില്ലേ? മറ്റേ ഹരിച്ചേട്ടൻ? ഹരി ചിലപ്പോ വരുള്ളൂ, അവന്റെ സൂര്യയുടെ വർക്കായിട്ടുള്ള. ഓക്കെ. അച്ഛനെവിടെ? അച്ഛനെ വാട്സപ്പിൽ സംസാരിച്ചിട്ടുള്ള എവിടെയാ നോട്ടം? പിന്നെ കാണാം. ണ്ടല്ല. അപ്പൊ അവര് നല്ല രീതിക്ക് തന്നെയാണ് ഇവരോടൊക്കെ സംസാരിക്കണതെന്ന് പറഞ്ഞു. ഇപ്പൊ പല ഓൺലൈൻ മീഡിയക്കാരോടും പല നടീനടന്മാരൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ഓടിപ്പോവുകയും അതേപോലെ തന്നെ വലിയ താല്പര്യമില്ലാത്ത രീതിക്കൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂളായിട്ട് തന്നെയാണ് ഈ ഓൺലൈൻ മീഡിയക്കാരോടൊക്കെ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ഉള്ളതായിട്ടൊന്നും ഇവരെ മുഖത്ത് കാണാനുമില്ല. ഇവർ അത്യാവശ്യം നല്ല കൂളായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവര് താലി കെട്ടാൻ പോകുന്ന ടൈമിനകത്തുള്ള ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ചേട്ടാ ഹലോ. उल्टा मत करना, सीधा इधर हाथ रखना, उल्टा पकड़ा है, इधर इधर पिटिंग है. ഓക്കെ. അപ്പൊ ആ വീഡിയോ ഉണ്ടല്ലോ, കാര്യം ഇവര് താലി കെട്ടാനായിട്ട് പറഞ്ഞു കൊടുക്കണാണ്. ഇങ്ങനെയാണ് താലി കെട്ടാന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഓൺലൈൻ മീഡിയക്കാർ അപ്പോഴും അവിടെ ഇങ്ങനെ തള്ളിക്കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിൽക്കുമ്പോഴും ആ പുള്ളിക്കാരി പറയുന്നുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞാലും ഇങ്ങനെ അവിടെ നിൽക്കാനായിട്ടുള്ള രീതിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അത്യാവശ്യം. അപ്പൊ പുള്ളിക്കാരി ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും പുള്ളിക്കാരി താലികെട്ടിന്റെ ടൈമായിട്ടും പുള്ളിക്കാരി അവിടെ കൂളായിട്ടാണ് നിൽക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പലരും നമ്മൾ കണ്ടിട്ടുണ്ട് താലികെട്ടിന്റെ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഒരുമാതിരി പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. എന്നിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു ഇത് കഴിഞ്ഞൊന്ന് ഓടി പോകണം എന്നൊക്കെ ഉള്ള രീതിക്കായിരിക്കും ഭൂരിഭാഗം പേര് നിൽക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി നല്ല കൂളായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പുള്ളിക്കാരിയുടെ ആ ഒരു ഫേസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ കമന്റിനകത്തുള്ളവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒന്നും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റത്തെ കമന്റ്, നല്ല അഹങ്കാരമുള്ള കുട്ടി ഇവൾ ഓവറാണ്. അപ്പൊ നല്ല അഹങ്കാരമുള്ള കുട്ടി
കുട്ടിയാണെന്നാണ് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണാവോ ഇവർ അഹങ്കാരം എന്ന് പറഞ്ഞത്? കല്യാണത്തിന്റെ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ ഏറ്റവും മംഗളമായിട്ടുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെ പേടിച്ച് വിറച്ച് താലി കെട്ടാൻ പോകുമ്പോഴത്തേക്കും അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ പാവം കുട്ടി. അത് ഈ സീരിയലിനകത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കില്ല. സീരിയലിനകത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പാവം. ഇപ്പൊ അമ്മയമ്മ ഒരു അടി കൊടുത്താലും അവിടെ കിടന്നിട്ട് കരഞ്ഞു വിളിച്ചിട്ട് എണീറ്റ് വന്ന് പിന്നെയും താലി കിട്ടാൻ വേണ്ടി കഴുതി ഇട്ടി കൊടുക്കണ ആൾക്കാരേക്ക് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊന്നും പിടിച്ചില്ല. അടുത്ത കമന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവൾ ഒത്തിരി ഓവറാണ്, ഇതൊരു കല്യാണം ആയിരുന്നൂന്ന് പോലും തോന്നുന്നില്ല. പിന്നെ എന്തായിട്ടാണാവോ ഇവർക്ക് തോന്നി? ഒരു കല്യാണം കണ്ടിട്ട് പറയണേ എനിക്ക് കല്യാണമായിട്ട് തോന്നുള്ളതാണ്. ഇവരോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളൊരു സീരിയൽ എടുത്ത് വെക്കുക. സീരിയലിനകത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഇഷ്ടംപോലെ കല്യാണങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സീരിയൽ തുടങ്ങി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ എന്താണെങ്കിൽ ആ ഒരു കല്യാണത്തിന്റെ എപ്പിസോഡ് മാത്രം യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണാം. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും അതാണ് കല്യാണം എന്ന്. ഇനിയിപ്പോ അടുത്തൊരു കമന്റിന് മുന്നേ ഇനി ഈ പുള്ളിക്കാരി കാറിൽ കയറാൻ പോകുന്നൊരു വീഡിയോ ഉണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ. കാറിൽ കയറാൻ പോകുമ്പോഴത്തേക്കും ഈ ഒരു ഓൺലൈൻ മീഡിയക്കാരന് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് അടുത്ത വിഷയം തുടങ്ങുന്നത്. നമുക്ക് അത് കേറിട്ട് കറിഞ്ഞോ? സൗകര്യമില്ല ചേട്ടാ ഇപ്പൊ കേറാൻ. കുട്ടി കേടുന്നില്ല. ഓക്കെ, അപ്പൊ അവന്റെ വർത്താനം കേട്ട കേറിയിട്ട് കരഞ്ഞോളാന് ഏതാണ്ട് ഔദാര്യം കൊടുത്തേക്കുന്ന പോലെ. കല്യാണത്തിന് വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇവനൊക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണാവോ അവരുടെ ഇതിനകത്ത് കയറി കമന്റ് അടിക്കാനൊക്കെ പോണ? കേറിയിട്ട് കരഞ്ഞോളാൻ. ഇവരുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇവർ എത്ര നേരം ഇവർക്ക് കരച്ചിലൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവർ ആ ഒരു വീട്ടിനകത്തേക്ക് പോവാം, അതായത് ചെക്കൻ്റെ വീട്ടിനകത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പൊ ചെക്കൻ്റെ വീട്ടിനകത്തേക്ക് പോകാൻ പോകുമ്പോഴത്തേക്ക് ഏതൊരു പെണ്ണിനാണെങ്കിലും അവരുടെ വീട്ടുകാരൊക്കെ വിട്ടു പോകുന്ന ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ബേസിസിനകത്താണ് ഇവർക്ക് ഈ സങ്കടം വന്നിട്ട് അവർ കരയുന്നത്. അപ്പൊ കരഞ്ഞപ്പോഴത്തേക്കും അവൻ പറയണാണ് കേറിയിട്ട് കരഞ്ഞോളാം. അപ്പൊ തന്നെ അവര് നല്ല രീതിക്ക് തന്നെ മറുപടി കൊടുത്ത്, സൗകര്യമില്ല ഏട്ടാ കയറാൻ എന്ന് പറഞ്ഞ് നല്ല രീതിക്ക് തന്നെ മറുപടി കൊടുത്തു അവര്. അപ്പൊ ഇനി ഇതിന്റെ അടിയിൽ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്, നമുക്ക് കമന്റുകൾ വായിക്കാം. ഇയാള് കരച്ചില് മാറ്റി ഒന്ന് ഇയാള് കരച്ചിൽ മാറ്റി ഒന്നിരിക്കാൻ വേണ്ടി പറഞ്ഞത് അഹങ്കാരമാണെന്ന് ഇന്ന് തന്നെ തെളിയിച്ചു. അതായത് ഏതാണ്ട് കരച്ചിൽ മാറ്റി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. ഏടോ അവർക്ക് കരയാൻ തോന്നിയ അവര് കരയട്ടേടോ, അവരുടെ കല്യാണം. അതിനിപ്പോ കരയുന്നത് ഇത്രയ്ക്ക് മോശം കാര്യമാണ്. അവർക്ക് കരയാൻ തോന്നിയ അവര് കരയട്ടെ. അതിനിപ്പോ ഈ ഓൺലൈൻ മീഡിയക്കാരനോട് ആരാ പറയണ അയാളെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളുടെ അതിനകത്ത് കയറി കമന്റ് അടിക്കാനൊക്കെ ഇവരാരാണ്? ഇപ്പൊ അടുത്ത ഒരു കമന്റ് അല്ല, അടുത്ത ഇനി കാറിനകത്ത് കയറി ഇരുന്നിട്ട് ഇവര് കരയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഈ ഓൺലൈൻ മീഡിയക്കാരൻ ചെല്ലുന്ന ഒരു സംഭവം അവരവിടെ കരഞ്ഞോണ്ടിരിക്കണാണ്. അപ്പൊ അവർ ഇത്തിരി ബോധം പോലും ഇല്ലാണ്ട് ചെന്നിട്ട് ക്യാമറയും പിടിച്ചിട്ട് ചെല്ലണാണ്, അങ്ങോട്ട് തള്ളിക്കേറിയാണ് ചെല്ലണം. അവർ നൈസായിട്ട് അപ്പൊ വാല് കൊട്ടി അടിച്ച് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ട് അവര് കറക്റ്റായിട്ട് വാല് കൊട്ടി അടച്ച് എന്നിട്ട് ഉളുപ്പില്ലാണ്ട് പുറത്തുനിന്ന് പിന്നെയും വീഡിയോ എടുത്തിട്ട് നിൽക്കണേണ്. ഇതുങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞ വലിയ ഇതാട്ടാ. അപ്പൊ ഇനി കമന്റുകൾ നമുക്ക് അടുത്ത് വായിക്കാം. അപ്പൊ എന്തിനാ ഇത്ര സങ്കടം? കല്യാണം കഴിക്കുന്നത് വണ്ടിയുടെ ഡോറ് പൊളിക്കും. അത് അവരുടെ വണ്ടിയുടെ ഡോറല്ലേ, അവർക്ക് അടച്ച് പൊളിച്ചാൽ തന്നെ ആരാ അതിന് കാശ് കൊടുക്കേണ്ടത്? അവരല്ലേ കാശ് കൊടുക്കേണ്ടത്. അതിന് ഇത്രയ്ക്ക് വിഷമം ഈ കമന്റ് ഇടുന്നവർക്ക് എന്തിനാണാവോ? ധിക്കാരം ഇയാളുടെ ഒക്കെ ഷോ കിടന്നു. ഇതിനൊക്കെ ആരുടെ എഴുതാൻ പഠിപ്പിച്ച? ഇയാളുടെ ഒക്കെ ഷോ കിടന്നു തുള്ളിയപ്പോ ഈ മോങ്ങലൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ വീട്ടുകാരെ ഒന്നും ഓർത്തില്ലേ? അവളുടെ ഒരു ഷോ, അതായത് കിടന്നു തുള്ളി. ഇതിന് മുന്നേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഡാൻസിനകത്തൊക്കെ പുള്ളിക്കാരെ അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച്. പക്ഷെ അപ്പൊ ആ സമയത്ത് നിനക്ക് കരച്ചിലൊന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പോഴാണോ നീ കിടന്ന് കരയണേന്നാണ് ആ ഒരു കമന്റ് ഇട്ടതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രേ ഉള്ളൂ. ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യേണ്ട ടൈമാണെന്ന് അവർക്കറിയാം, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം. അതുകൊണ്ട് അവർ എൻജോയ് ചെയ്തു. പക്ഷെ ഈ പോവാൻ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ചെക്കൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ വീട്ടുകാരിൽ നിന്നും അകന്നു പോകുന്നൊരു ടൈമാണ്.
അപ്പൊ ഏതൊരു പെണ്ണിനും അതിനകത്ത് വിഷമമുണ്ടോ, അതുകൊണ്ട് അവർ കരയുന്നു. ഇയാൾ എന്തുന്നാണോ ഷോ ആണത്രേ, അത് അവർക്ക് ഇപ്പൊ ഷോ കാണിക്കാൻ തോന്നിയാൽ അവർ ഷോ കാണിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കമന്റ് തീർന്നു ഭാഗ്യം. അപ്പൊ ഇത്രയാണ് ഇവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ കല്യാണത്തിന് ഈ മീഡിയക്കാരെ വിളിച്ചത് കൊണ്ട് മാത്രമാട്ടെ ഈ ഒരു വിവാദമൊക്കെ ഉണ്ടായത്. ഇപ്പൊ വിവാദം ഉണ്ടായതുകൊണ്ടാണ് ഇതിനെയൊക്കെ പറ്റി നമ്മളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം മെയിനായിട്ട് ഈ മീഡിയക്കാരെ അടുപ്പിച്ചോ നിങ്ങളുടെ കല്യാണത്തിൽ അവരെന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു കല്യാണം, ഗർഭം, അതേപോലെയുള്ള സംഭവമൊക്കെ ഈ മീഡിയക്കാർക്കും അതേപോലെയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം മുതലാക്കും. അതേ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.